ഹലോ ഗായ്സ്, കുറച്ച് തിരക്കുകളായില്ലേ. പെരുന്നാളൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. ഞങ്ങളിതാ പെരുന്നാൾ പിറ്റേന്നൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. മക്കളെയും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. മമ്മ ഉണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, സിസ്റ്റേർലോ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തി. അടിപൊളി വെയിലായിരുന്നു വെച്ചാൽ മൂർത്താവിലടിക്കുന്ന വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതാ അങ്ങനെ ഒരു തണലും തേടി ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ തന്നെ ഒരു ചായ കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതായി സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് തണലും തേടി പിന്നെയും നടന്നൊരു സ്ഥലത്ത് നമ്മൾ ഇരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐസൊരുതിയും എല്ലാവർക്കും ഐസൊരുതി വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസൊരുതി ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു തണുപ്പുള്ളിൽ ചെല്ലുമ്പോൾ ഒരു സുഖമാണല്ലോ ഈ ചൂടിൽ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഥകളും കവിതകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ എന്താ ഏകദേശം സൺസെറ്റ് ഒരു 6 മണി 6:30 ടൈം ആയിട്ടുണ്ട്. സൺസെറ്റ് കണ്ടു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ റൈഡ്സ് ഉണ്ട് കേട്ടോ. മക്കൾക്കുള്ള റൈഡ്സ് ഉണ്ട്. തോണി, ഊഞ്ഞാൽ, ഊഞ്ഞാൽ, ട്രെയിൻ, അങ്ങനെ കുറച്ച് റൈഡ്സ് ഉണ്ട്. പിന്നെ അതാ 1-2 ഇങ്ങനത്തെ സ്റ്റാളുകളുണ്ട്. ഗോസ്റ്റ് ഹൗസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറിയിട്ടില്ല. അങ്ങനെ മമ്മൻ്റെ ഒരു അറ്റംപ്റ്റ് ചെയ്തു, ഒന്നും കിട്ടിയില്ല. പിന്നെ ട്രെയിനിൽ കയറിയിട്ടില്ല. കാറിൽ അതും ഐഷും കാറിൽ കയറി. അത് കയറിയപ്പോൾ ഐഷുവിനും കയറണമെന്ന് പറഞ്ഞപ്പോൾ ഓളെയും കയറ്റിച്ചു. ഇതിനൊക്കെ എക്സ്ട്രാ ചാർജസ് ആട്ടോ. നല്ല ചാർജും കൊടുക്കുന്നുണ്ട്. എങ്ങനെ ആയാലും അത്യാവശ്യം കിട്ടുമെന്ന് അവർക്ക് അറിയാം. അങ്ങനെ ഐഷു അതിൽ കയറി. പിന്നെ പാത്തു, എവാച്ചു, സിസ്റ്റർ, എൻ്റെ മമ്മ ഒക്കെ തോണിയിൽ കയറി. തോണി അത്യാവശ്യം ഹൈറ്റിലാണ് പോകുന്നത്. മമ്മൊക്കെ പേടിച്ചിട്ടുണ്ട്. എവാച്ചും സോനാരിയൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിൽ പോകുന്നതിനെ കൊണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം. വലിയ ആൾക്കാരാകുമ്പോൾ ഒരധികം സ്പീഡ് കൂട്ടുമല്ലോ. ഞാനും ഷിനും താഴെ നിന്നിട്ട് ഞങ്ങൾക്കും ഉമ്മൻ്റെ കരച്ചിൽ കേട്ടിട്ട് വെച്ചാറാവും എന്താവും എന്ന് അറിയുന്നില്ലല്ലോ. പേടിയല്ലേ. ഞാനും ഷിനും ഒന്നിനും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ സിസ്റ്റർ എടുത്ത വീഡിയോ ആണ്. സിസ്റ്ററും ഷാലും ആത്തിഫും ഊഞ്ഞാലിൽ കയറി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെയും ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഒരു സ്ഥലത്ത് ഇരുന്നു. ഒരു ചായയും പാനിപൂരിയൊക്കെ കഴിച്ചു. അതിനിടയിൽ നമ്മൾ അതുവിനൊന്ന് മിസ്സായി. അപ്പോൾ തന്നെ കിട്ടിയിട്ടോ. അവിടെ തന്നെ ആളുണ്ടേന്. പെട്ടെന്ന് കാണാണ്ടായ പോലെ ആയി. ആകെ വേച്ചാറൊക്കെ ആയി. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അയച്ചു ഇറങ്ങും. നമുക്ക് ഇവിടുന്ന് ഏകദേശം 11 മണി വരെ ബസ്സുള്ളൂ. പക്ഷേ നമുക്ക് ആ ബസ് മിസ്സാവും എന്നുള്ളതിൽ നോക്കിയപ്പോൾ ഒരു ഓട്ടോ ഒന്നുമില്ല. അപ്പം നമ്മൾ അവിടുന്ന് മാനാഞ്ചിറ വരെ ഞങ്ങൾ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി നടന്നു. ഐഷുവിന് നല്ല പനി ഉണ്ടായിരുന്നു പാവം. അതും എൻ്റെ കൂടെ നടന്നു. അങ്ങനെ ബീച്ചിലെ ഒരു കഥ കഴിഞ്ഞു.